ഹായ് ഫ്രണ്ട്സ്, സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാകാം, പ്രണയബന്ധമാകാം, അപ്പോൾ നിങ്ങളിൽ നിന്ന് ആ ഒരു വ്യക്തി അകന്നു നിൽക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെങ്കിൽ നമ്മളിപ്പോൾ മെഡിറ്റേഷൻസും അഫർമേഷൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ആക്ഷൻസ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിന് എപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണെങ്കിൽ, അതായത് ആ വ്യക്തി നിങ്ങളിലേക്ക് ഇനി വരുമോ, അതിനുള്ള ചാൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സെൽഫ് ഡൗട്ട് ഓരോരുത്തർക്കും തോന്നുക സ്വാഭാവികമാണ്. അപ്പോൾ ആ സെൽഫ് ഡൗട്ട്സിനെ നമ്മൾ ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ 1-2 ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പം അതിലുള്ള ആക്ഷൻസ് ആണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങളുടെ കിടക്കുകളിൽ നിങ്ങൾക്ക് ചെയ്യാം, അതുപോലെ തന്നെ അലമാരയിൽ നിങ്ങൾക്ക് ചെയ്യാം, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ഷനാണ്. അതായത് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ആ പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ വയ്ക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അലമാരയിൽ ഏതെങ്കിലും രീതിയിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളൊരു പക്ഷേ പറയുന്നുണ്ടാകാം, അവർ വന്നതിന് ശേഷമല്ലേ അത് ചെയ്യേണ്ടത്. ഒരിക്കലുമല്ല, നിങ്ങൾക്ക് അതിനു മുൻപ് തന്നെ ചെയ്തുകൂടെ? നിങ്ങളുടെ അലമാരയിൽ നിങ്ങളുടെ തുണികൾ കൊണ്ട് അലങ്കോലപ്പെട്ട് കിടക്കുകയായിരിക്കും. എന്നാൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തെങ്കിലും അവരുടെ വസ്ത്രങ്ങൾ വയ്ക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സ്പേസ് ക്രമീകരിച്ച് വയ്ക്കുക ഇപ്പോൾ തന്നെ. അത് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വിശ്വാസപൂർവം നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കിടക്കയിൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് സർവ്വവിശാലമായിട്ടായിരിക്കും ആ കട്ടിലിൽ കിടക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള പില്ലോയിൽ നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിയായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ആക്ഷൻ അവിടെ ചെയ്തുകൂടെ? അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടിയിട്ടൊരു പില്ലോ നേരത്തെ തന്നെ ക്രമീകരിച്ച് വയ്ക്കൂ. അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് കൂടി നിങ്ങളുടെ കട്ടിലിൽ അറേഞ്ച് ചെയ്യൂ. ഇത് തീർച്ചയായിട്ടും വിശ്വാസപൂർവ്വമുള്ളൊരു നിർദ്ദേശം നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്നതിന് തുല്യമല്ലേ? ഇനിയും അദ്ദേഹം വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നിങ്ങളത് ചെയ്യാമെന്ന് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? മുൻപേ തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാകില്ലേ? ഇനി അദ്ദേഹം വന്നതിന് ശേഷമേ ഞാൻ ആ സമ്മാനം കൊടുക്കൂ എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുത്ത് വെച്ചിരിക്കുകയാണോ? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ചെറുതാണെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ കരുതി വയ്ക്കുക. അത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിങ്ങളത് കീപ്പ് ചെയ്യുക. അപ്പോൾ ആ സമ്മാനം തുടരെ നിങ്ങൾക്ക് കാണേണ്ടി വരുമ്പോൾ നിങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് ഉണരുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു, വന്നാൽ ഉടനെ എനിക്ക് ഈ സമ്മാനം നൽകണം, ഇങ്ങനെയുള്ള ഒരു ആവേശം നിങ്ങളുടെ മനസ്സിനുണ്ടാവുകയാണ്. അപ്പോൾ ഇതും വിശ്വാസപൂർവ്വമുള്ള ഒരു നിർദ്ദേശം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും. ഇനി നിങ്ങളുടെ കാർ പോർച്ചിൽ നിങ്ങൾ വാഹനം വയ്ക്കുന്നതിന് തൊട്ടടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇട്ട് നോക്കൂ. തീർച്ചയായിട്ടും അത് നല്ലൊരു ആക്ഷനാണ്. ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസ് അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ക്രമീകരിച്ച് വയ്ക്കുക. ഇനി അത് നിങ്ങളുടെ പ്രണയബന്ധമാകട്ടെ, ഇനി ദാമ്പത്യ ജീവിതമാകട്ടെ, എന്ത് തന്നെയാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിതൊക്കെ ഒന്ന് ക്രമീകരിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന വലിയൊരു വിശ്വാസപൂർവ്വമുള്ള നിർദ്ദേശമായിരിക്കും. അപ്പോൾ ഈ ആക്ഷൻസ് ഇന്ന് തന്നെ എടുത്തു വയ്ക്കാൻ മറക്കണ്ട. ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി എത്തിച്ചേർന്നിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.